So welcome to our channel My Vlogging. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിയോഡാപ്പ് എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഈ ഡിയോഡാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോൾസെയിൽ പ്രൈസിന് പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രോഡക്ട്സിന് ഇങ്ങനെ വില കുറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ജെന്യൂൻ ആണോ അതോ നമ്മൾ ക്യാഷ് അടച്ച് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ആ വഴിക്ക് പോകും എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഡിയോഡാപ്പിൽ പർച്ചേസ് ചെയ്യുന്നത് 2 പ്രാവശ്യമാണ്. ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ്, സെക്കൻഡ് പർച്ചേസ് ഈ വർഷം ഫെബ്രുവരി 2024 ഞാൻ ആ പർച്ചേസ് നടത്തുന്നത്. ഏകദേശം ഒരു 300 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെലിവറി ചാർജ്, ടാക്സ് ഇതൊക്കെ വെച്ചിട്ടാണ്. അന്ന് എനിക്ക് ഏകദേശം 1 മാസത്തോളം എടുത്തെന്ന് തോന്നുന്നു അതെല്ലാം ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് ഞാൻ അടുത്ത പർച്ചേസ് നടത്തുന്നത്. അതും ഈ 300, 500, 1000 റേഞ്ചിനല്ല, 2000-ന് മുകളിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടല്ല ഈ 2000 പ്രോഡക്ട്സ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരാഴ്ചയോളം ഞാൻ ഓരോ പ്രോഡക്ട്സ് ആയിട്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ഇങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഒരു 1000-ന് മുകളിലൊക്കെ ഇങ്ങനെ എത്തിയപ്പോൾ തന്നെ എനിക്ക് വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് ഡിയോഡാപ്പ് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഫോൺ നമ്പറാണ് ഞാൻ എൻ്റെ വാട്സപ്പും അതേ ഫോൺ നമ്പർ ആയിരുന്നു. വാട്സപ്പിലെ ഡിയോഡാപ്പ് ചാനൽ ലിങ്കാണ് എനിക്ക് അയച്ചു തന്നത്. ഞാൻ അതിൽ നോക്കുമ്പോൾ അതുപോലെ ഒരുപാട് പ്രോഡക്ട്സിന്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കാർട്ടിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്ത സമയത്താണ് ഞാൻ ഇതിന്റെ ആ ഒരു ടാക്സ് എമൗണ്ട് കാണുന്നത്. നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ മൊത്തത്തിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തപ്പോൾ അതിന്റെ പ്രൈസ് 2375 ഷിപ്പിംഗ് ചാർജ് 49, ടാക്സ് 402 ആണ്. ഞാൻ 2375 പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ പേ ചെയ്യേണ്ട എമൗണ്ട് 2826 അപ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയും ടാക്സ്. അങ്ങനെ ഞാൻ താഴേക്ക് വരുമ്പോൾ ഒരു കൂപ്പൺ കോഡ് എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂപ്പൺ കോഡ് എവിടെയെങ്കിലും കാണുമല്ലോ. അങ്ങനെ ഞാൻ ഗൂഗിളിൽ പോയി ഡിയോഡാപ്പ് കൂപ്പൺ കോഡ് എന്ന് സെർച്ച് ചെയ്തു. അങ്ങനെ എന്തോ ഒരു കൂപ്പൺ കോഡ് കിട്ടി. ഞാൻ അതിനെ ഡിയോഡാപ്പ് ഫസ്റ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ കൂപ്പൺ കോഡ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഡിസ്കൗണ്ട് ആയിട്ട് 71 രൂപ കുറഞ്ഞു. അത് ആ സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റും. ടോട്ടൽ ഡിസ്കൗണ്ട് എന്നുള്ള ലെവലിൽ 71 രൂപ മൈനസ് ചെയ്തിട്ടുണ്ട്. ആ 71 രൂപ മൈനസ് ആയത് ആ കൂപ്പൺ കോഡ് കൊടുത്തിട്ടായിരുന്നു. അങ്ങനെ ചെക്ക്ഔട്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ആയി. 2 ദിവസത്തിന് ശേഷം എനിക്കൊരു കോൾ വന്നു. ഡിയോഡാപ്പിൽ നിന്നാണ് എനിക്ക് കോൾ വന്നത്. സംസാരിച്ചത് ഹിന്ദിയിലായിരുന്നു. ഡിയോഡാപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എസ് എന്ന് പറഞ്ഞു. അടുത്ത് ഞാൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിച്ച ഉടനെ തന്നെ കോൾ കട്ടായി. അടുത്ത് ഞാൻ വാട്സപ്പിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു: ഡിയോഡാപ്പ് ടീം ഈസ് ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് യുവർ ഓർഡർ ഹാസ് ബീൻ ഷിപ്ഡ്. ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ടു യു ബിറ്റ്വീൻ 4 to 6 വർക്കിംഗ് ഡേയ്സ് ആഫ്റ്റർ ഡിസ്പാച്ച്. അത് കഴിഞ്ഞ് അടുത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ആൻഡ് അൺബോക്സിംഗ് വീഡിയോ ടു എൻഷുർ ദാറ്റ് എനി ക്ലൈംസ് റിലേറ്റഡ് ടു മിസ്സിംഗ് ഓർ ഡാമേജ്ഡ് പ്രോഡക്ട്സ് ക്യാൻ ബി പ്രോസസ്ഡ് സ്മൂത്ത്ലി. അത് കഴിഞ്ഞ് ഒരു കസ്റ്റമർ കെയർ നമ്പറും വർക്കിംഗ് അവേഴ്സ് 9 മണി മുതൽ 6 മണിക്കകത്ത് നമുക്ക് ഈ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ഒരു നമ്പറും ഷിപ്മെന്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കുമായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയായപ്പോൾ എനിക്ക് പ്രോഡക്ട്സ് കിട്ടി. അതുകൊണ്ട് ഡിയോഡാപ്പ് അത്ര ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യത്തെ ഓർഡർ ഞാൻ 300 രൂപയ്ക്കാണ് ചെയ്തത്. അതും എനിക്ക് കിട്ടി. അത് ലേറ്റ് ആയിട്ടാണെങ്കിൽ എനിക്ക് കിട്ടി. രണ്ടാമത്തെ ഓർഡർ 2000-ന് മുകളിലാണ് ചെയ്തത്. അതെനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. ആ പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ റീച്ച് ആയപ്പോൾ എങ്ങനെയാണ് ആ പ്രോഡക്റ്റിന്റെ കണ്ടീഷൻ എന്നുള്ളത്, ഡാമേജ് ആയിട്ടോ മിസ്സിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ റീഫണ്ട് ഇതിനൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ മസ്റ്റാണ്. നമുക്ക് പ്രോഡക്ട്സ് കയ്യിൽ കിട്ടി 48 മണിക്കൂറിനകത്ത് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അത് പോളിസി റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു 4 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമർ കെയർ നമ്പർ, അവരുടെ ഇമെയിൽ എല്ലാം കോൺടാക്ട് എക്സിന്റെ ഓപ്ഷനിലും ഉണ്ട്. അതുപോലെ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി അതിനകത്ത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജിലൂടെയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിയോഡാപ്പിൽ തന്നെ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് അവരുടെ അഡ്രസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ ഡിയോഡാപ്പിനെ പ്രൊമോട്ട് ചെയ്യല്ല. ഞാൻ പറഞ്ഞല്ലോ, മെരിറ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഡിമെരിറ്റ് ഞാൻ പറഞ്ഞു, ടാക്സ് എമൗണ്ട് ഒക്കെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ ഇതിൽ ഡിയോഡാപ്പിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് ഇത്രയും മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ഷെയർ ചെയ്ത്. ഇനി കസ്റ്റമർ കെയർ വിളിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുമോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ട് പോലും ഇല്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ചെയ്തേ ഉള്ളൂ. ട്രാവൽ, ഷോപ്പിംഗ് റിവ്യൂ, ക്രാഫ്റ്റ്, ഗാർഡനിങ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിംഗ് റിവ്യൂവിനെ പറ്റിയിട്ടാണ് കൂടുതൽ അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അതായത് പ്ലേലിസ്റ്റ് ഉണ്ട്.
നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.